പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ബേബി ഫുഡാണ് ഉണ്ടാക്കുന്നത്. റാഗിയുടെ കുറുക്ക് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്ക്. ഞങ്ങളിവിടെ ഷാപ്പാടെന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് നല്ല ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് പനങ്കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ തവിടുള്ള റാഗിയുടെ പൗഡറാണ് ഇത്. പിന്നെ ഈ പനങ്കൽക്കണ്ട ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുക എളുപ്പത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഞാൻ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തവിടുള്ള റാഗി പൗഡറാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ കട്ടയൊന്നും ഇല്ലാതെ അത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കാവുള്ളൂ. കാരണം ഇതിൽ കട്ടയുണ്ടെങ്കിൽ ആ റാഗിയുടെ ആ ഒരു പൊടിയില്ലേ അത് വേഗില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കട്ടയൊക്കെ നല്ല രീതിയിലൊന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളത് ചൂടാക്കി കുറുക്കി എടുക്കാവുള്ളൂ. പൊതുവെ നമ്മൾ ഈ തവിടുള്ള റാഗി നമ്മൾ യൂസ് ചെയ്യുന്നത് 8 മാസത്തിന് ശേഷമാണ്. 8 മാസം ബേബികൾക്ക് ആകുമ്പോഴാണ് നമ്മൾ തവിടുള്ള റാഗി യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളൊരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് നമ്മൾ സോളിഡ് ഫുഡ് അല്ലെങ്കിൽ നമ്മൾ റാഗി പോലത്തെ ഉള്ള കൊടുക്കും. അപ്പോൾ അതിന് ഏറ്റവും എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഇതാണ് ബേബി വിറ്റയുടെ റാഗി പൗഡർ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അത് നമുക്ക് ആമസോൺ വഴിയൊക്കെ മേടിക്കാൻ കിട്ടും. കാരണം നമ്മൾ ഒരു അപ് ടു 6 മന്ത് വരെ നമ്മൾ ബേബിക്ക് കൊടുക്കുന്നത് ബ്രസ്റ്റ് ഫീഡ് മാത്രമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഫുഡ് അല്ലെങ്കിൽ തവിടുള്ള ഫുഡിൽ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തവിട് കുറവുള്ള പൊടിയായിട്ടുള്ള എന്നാൽ ഗുണമുള്ള ഒന്നാണ് ബേബി വിറ്റയുടെ റാഗി പൗഡർ. അത് കുട്ടികൾക്ക് കഴിക്കാനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമ്മൾ ഇതേപോലെ കുറുക്കി എടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് റാഗിയിൽ. പിന്നെ അതിനാവശ്യത്തിന് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറുക്കിന് എത്രയാണ് കൺസിസ്റ്റൻസി വേണ്ടത് അതനുസരിച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. റാഗിയുടെ ഗുണങ്ങൾ വളരെ ഹൈലി ആയിട്ട് കാൽസ്യം, ഫൈബറും അയണും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.